أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് അൽ ഇഖ്ലാസ്. ഇതിൻ്റെ വിവരണത്തിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ സൂറത്തുകളുടെ പേരുകൾ അതിൻ്റെ വിഷയത്തിൻ്റെ ആധിക്യം കൊണ്ട് തന്നെ ആ സൂറത്തിൻ്റെ പേരുകൾക്കും അത്രയധികം ആധിക്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തിൻ്റെ പേരുകളും ആ പേരുകൾ വരാനുള്ള കാരണവും വിവരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ 10 നമ്മളിവിടെ പറഞ്ഞു. 11ാമതായി പറയുന്നത് സൂറത്തു സമദ്. എന്നിട്ട് അതിന് കാരണം എന്താണെന്ന് ഹുസൂർ പറയുന്നത്, ഇതിൽ അള്ളാഹുവിൻ്റെ സിഫത്തെ സമദിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുപോലെ പ്രപഞ്ചത്തിലെ ഓരോ അണുവും അവനെ ആശ്രയിക്കുന്നുവെന്നും ഇതിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് സൂറത്തു സമദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 12ാമത്തത് സൂറത്തുൽ അസാസ്, സൂറത്തു അൽ അസാസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, ഉസ്സിസത്തി സമാവാത്തു സബഉ വൽ അർളൂന സബഉ അലാ ഖുൽ ഹുവല്ലാഹു അഹദ്. അതായത് 7 ആകാശത്തിൻ്റെയും 7 ഭൂമിയുടെയും നിലനിൽപ്പ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന കാരണത്താലാണ്. അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആകാശഭൂമികളുടെ നിലനിൽപ്പ്. അതായത് ഇതിൻ്റെ അർത്ഥം ത്രിഏകത്വ സിദ്ധാന്തം ആകാശഭൂമികളെ നശിപ്പിക്കാൻ കാരണമായിത്തീരുന്നു. അള്ളാഹു പറഞ്ഞതുപോലെ, തക്കാദു സമാവാത്തു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു. ഈ മലിനമായിട്ടുള്ള ആദർശത്തിൻ്റെ ഫലമായി ആകാശം പൊട്ടിപ്പിളരുകയും കഷ്ണം കഷ്ണമാവുകയും ചെയ്യും. പർവ്വതങ്ങളെ ആ ആദർശം പൊടിപൊടിയാക്കുന്നതാണ് ഈ സിദ്ധാന്തം, അതായത് ത്രിഏകത്വ സിദ്ധാന്തം. പിന്നെ അതിന് ഇങ്ങനെയും പറയാം. അള്ളാഹു പറയുന്നു, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇലല്ലാഹു ലഫസദ്. ഭൂമിയിലും ആകാശത്തിലും അള്ളാഹുവിനെ കൂടാതെ മറ്റേതെങ്കിലും ആരാധന ഉണ്ടായിരുന്നെങ്കിൽ ആകാശഭൂമിയുടെ വ്യവസ്ഥിതി തന്നെ താറുമാറായി പോകുമായിരുന്നു. അതായത് തൗഹീദിൻ്റെ വിശ്വാസം ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഉതകുന്നതാണ് എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇനി 13ാമത്തെ അർത്ഥം പറയുന്നത് സൂറത്തുൽ അൽ മാനിഅ. കാരണം ഇത് ഖബറിലെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നുള്ള നിവേദനത്തിൽ മെഹ്റാജിൻ്റെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു പറഞ്ഞു, ഞാൻ നിനക്ക് സൂറത്തുൽ ഇഖ്ലാസ് നൽകിയിരിക്കുന്നു. ഇത് എൻ്റെ അർഷിൻ്റെ ഖജനാവിൻ്റെ നിധികളിൽ ഒന്നാണ്. ഇത് ഖബറിൻ്റെ അദാബിൽ നിന്നും തീനാളങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരാൾ ശരിയായ തൗഹീദിൽ നിലനിന്നു കഴിഞ്ഞാൽ അവരെ അഗ്നി സ്പർശിക്കുകയില്ല. 14ാമതായിട്ട് പറയുന്നത് സൂറത്തുൽ മുഹവ്വിർ, ഹാജരാകുക. എന്തുകൊണ്ടെന്നാൽ ഈ സൂറത്ത് പാരായണം ചെയ്യപ്പെടുമ്പോൾ മലക്കുകൾ ഇത് കേൾക്കുന്നതിനായി ഹാജരാകുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ മുഹവ്വിർ എന്ന് പറഞ്ഞിരിക്കുന്നത്. 15 സൂറത്തുൽ ബറാഅ, അതായത് തീയിൽ നിന്നും ഷിർക്കിൽ നിന്നും സംരക്ഷിക്കുന്നത്. ഹദീസിൽ വന്നിരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതായി കേട്ടു. അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് ബരിഅ മിനശ് ഷിർക്കി. ഈ വ്യക്തി ഷിർക്കിൽ നിന്നും പരിശുദ്ധനായി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ 100 പ്രാവശ്യം ഈ സൂറത്ത്, അതായത് സൂറ ഇഖ്ലാസ് നമസ്കാരത്തിലോ അല്ലാതെയോ പാരായണം ചെയ്തത് അയാൾ അഗ്നിയിൽ നിന്ന് സുരക്ഷിതനായിരിക്കും. 16ാമതായി പറയുന്നത് സൂറത്തുൽ മുദക്കിറ. കാരണം ഇത് അള്ളാഹുവിൻ്റെ തൗഹീദിനെ ഓർമ്മിപ്പിക്കുന്നു. 17ാമതായിട്ട് സൂറത്തുൻ നൂർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, ഇന്ന ലികുല്ലി ഷൈഇൻ നൂറൻ വ നൂറുൽ ഖുർആനി ഖുൽ ഹുവല്ലാഹു അഹദ്. എല്ലാ വസ്തുക്കൾക്കും ഒരു പ്രകാശം, ഒരു നൂറ് ഉണ്ട്. വിശുദ്ധ ഖുർആൻ്റെ നൂറ്, അതായത് വിശുദ്ധ ഖുർആൻ്റെ പ്രകാശം ഖുൽ ഹുവല്ലാഹു അഹദ് ആകുന്നു.
18-ാമതായി പറയുന്നത് സൂറത്തുൽ അമാൻ, സൂറത്ത് അൽ അമാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, തൗഹീദിൽ പ്രവേശിക്കുന്നയാൾ ഒരു കോട്ടയിൽ പ്രവേശിക്കുകയാണ്. ഈ സൂറത്തിൽ തൗഹീദിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ശിക്ഷയിൽ നിന്നും നമ്മളെ സമാധാനത്തിലാക്കി വയ്ക്കുന്നതാണ്. അതായത് കോട്ടയ്ക്കുള്ളിൽ സുരക്ഷിതരാക്കി വയ്ക്കുന്നത് പോലെ. ഇനി 19-ാമത്തെ അവസാനത്തെ പേര് ഹുസൂർ പറയുന്നത് സൂറത്തുൽ മുനഫിറ. അതായത് ഇത് ഷെയ്ത്താനെ ആട്ടി ഓടിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ദർസിൽ കൽപ്പിക്കുന്നതാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.